1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളായിരുന്നു നാനാ സാഹിബ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ധോണ്ടു പന്ത്. മറാഠ സാമ്രാജ്യത്തിലെ അവസാനത്തെ പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു അദ്ദേഹം. ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ബാജിറാവു രണ്ടാമൻ്റെ മരണശേഷം അദ്ദേഹം ദത്തുപുത്രനാണെന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് പേർഷ്യ പദവിയോ പെൻഷനോ നൽകാൻ വിസമ്മതിച്ചു. അതായത് ബാജിറാവു രണ്ടാമൻ്റെ മരണശേഷം അദ്ദേഹം ദത്തുപുത്രനാണെന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് പെൻഷനോ മറ്റ് പദവികളോ നൽകാൻ വിസമ്മതിച്ചു. ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം ഇതിന് പ്രധാന കാരണമായിരുന്നു. ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം ഇതിന് പ്രധാന കാരണമായി മാറി. ബ്രിട്ടീഷുകാർ തൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം അവർക്കെതിരെ തിരിഞ്ഞു. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബായിരുന്നു. കാൺപൂരിൽ വിപ്ലവം അഥവാ ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബായിരുന്നു. 1857 ജൂണിൽ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തെ കാൺപൂരിൽ പരാജയപ്പെടുത്തി നഗരം പിടിച്ചെടുത്തു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ, അതായത് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി കാൺപൂർ നഗരം പിടിച്ചെടുത്തു. തന്നെ പേർഷ്യയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നാനാ സാഹിബിൻ്റെ വിശ്വസ്തരായ അനുയായികളായിരുന്നു താന്തിയ തോപ്പി, അസിമുള്ള ഖാൻ എന്നിവർ. ഇവർ സൈനിക നീക്കങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചു. തുടർന്ന് കാൺപൂർ പിന്നീട് ബ്രിട്ടീഷുകാർ തിരിച്ചുപിടിച്ചതോടെ നാനാ സാഹിബ് തോൽപ്പിക്കപ്പെട്ടു. 1857 അവസാനത്തോടെ അദ്ദേഹം നേപ്പാളിലെ കാടുകളിലേക്ക് പിൻവാങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടിയ ധീരനായ പോരാളിയാണ് നാനാ സാഹിബ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.